കുറച്ച് ദിവസമായി ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിരിക്കേ. ഈ കയറ് നിന്റെ ഒക്കെ സ്ത്രീധനം കൊടുത്താണോടാ? നോക്കി കളിച്ചോ ഇല്ലെങ്കിൽ പണി പാളും. ഇതൊക്കെ ആരുടെ വകയാണെന്ന് അറിയോ? അറിയാം, ശ്രീവല്ലഭൻ വലിയ കൊട്ടേഷൻ പാർട്ടിയാ. നാട്ടുകാരെ പറ്റിച്ചും പേടിപ്പിച്ചും കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വേസ്റ്റ് കൂടെ നാട്ടിലെ തിരി. നോക്കടാ തെണ്ടി വന്നൂടാ. കായൽ ഞങ്ങളുടെ സ്വത്താണ്. വിടില്ല ഞങ്ങൾ, വിടില്ല ഞങ്ങൾ. നീ പോടാ, നീ പോടാ അവിടുന്ന്. ചുമ്മാ പിന്നെ അപ്പം എടുക്കല്ലേ? ഞങ്ങള് ഇപ്പൊ പോവാ. പക്ഷെ നീയൊക്കെ വിവരം അറിയും. അങ്ങനെ അങ്ങ് പോകല്ലേ മുത്തേ. അതെ, ഇത് മൊത്തം വൃത്തിയാക്കിട്ട് പോയാ മതി. പിന്നെ ആ വല്ലഭനോട് പോയി പറഞ്ഞേക്ക് അവന്റെ അപ്പന്റെ വകയല്ലേ ഈ കായൽ. സർ, ഇവന്മാര് വേസ്റ്റ് കളിഞ്ഞ് പോവാൻ നോക്കിയത് സർ. എന്താണ് ഇവിടെ പ്രശ്നം? സാറേ, ഇവന്മാർ ഞങ്ങളുടെ വണ്ടി തടഞ്ഞു. സാറേ, ഇത് സ്ഥിരം പരിപാടിയാ. പാതിരാത്രിക്ക് വേസ്റ്റ് കൊണ്ട് തട്ടു. ഞാൻ നോക്കിക്കോളാം. എല്ലാരും പിരിഞ്ഞു പോ. ഈ വേസ്റ്റ് മൊത്തം കോരിട്ടെ കയ്യൂർ സത്തിനോട് കളി വേണ്ട. അടി ഞാൻ പണ്ടേ നിർത്തുക. സാറേ നമസ്കാരം. നമസ്കാരം. സംഭവം അറിഞ്ഞ ഉടനെ പുറപ്പെട്ടതാ. പക്ഷെ ലേറ്റ് ആയി പോയി. അടി കാണാൻ പറ്റിയില്ല. ശരി ശരി, നിങ്ങൾ വണ്ടി എടുത്ത് സ്ഥലം ഇടാൻ നോക്കും. വെറുതെ ഒരു പ്രശ്നത്തിൽ നിൽക്കണ്ട. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വിട്ടാ മതി സാറേ. ഇതിന്റെ പിന്നിലെ ചില കറുത്ത ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത് സ്ഥിരം കലാപരിപാടിയാണ്. പിഴയടപ്പിച്ചിട്ട് വിട്ടാ മതി. വിലയടപ്പിക്കേണ്ടതേ പഞ്ചായത്താ, പോലീസല്ല. നോക്കി നിൽക്കാതെ വേസ്റ്റ് വാരി വണ്ടി ഇടറ. അതെ, തലച്ചുമടായിട്ട് കൊണ്ടുപോയാ മതി. അതെ സാർ, അതാവുമ്പോ സംഭവം കളർഫുൾ ആവും. അത് വിളിച്ചു എടുത്ത് തലയെ വെച്ച് കൊടുക്കണം. അങ്ങനെ അങ്ങോട്ട് പോവാൻ പറ്റും. നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും, നീ എടുത്ത് കേട്ടാ മതി. ഇയാളെ കൊള്ളാലടി ചക്കരേ. നീ തരുന്നു വാങ്ങിയതാ. നിക്കടിയോടെ ഞങ്ങൾ പല ഇടപാടുകളുണ്ടാവും. അതൊക്കെ വീട്ടില് പെരിപെരിയിലല്ല. രണ്ടിനെ അടുത്തോളാം. ചെവി നുള്ളിക്കോ. രണ്ടെണ്ണം കൂടി ഉമ്മക്കിട്ട് പണിയായിരുന്നല്ലേ? ഞാൻ പറയട്ടെ, പറയട്ടെ. ഞാൻ പറയട്ടെ. കരളാളെ നീ കൊണ്ടുപോയേ. മനസ്സിലാവോ? നിന്നോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല, നന്നാവൂല.
ശീലം ഈ ആരിസിൽ പണ്ടിരടാ. നിന്നെ ശരിക്കും കാണാനിരിക്കണോ? എന്റെ പെണ്ണ ഇതൊന്നും എഴുതുപോലെ ഉള്ള മുഴുവൻ എനിക്ക് ഇഷ്ടമല്ല. നടക്കുന്നു ഓടാളിക്ക് നാണുമാനില്ല. വെറുതെ കൈമേ കിടന്നു പോടാ. നീ അവനോടാ എനിക്കുള്ള തടസ്സം. ഞാൻ തീർക്കും. ചെവി തുടിക്കോ നീ. വിടാ. ഹലോ, അൻവർ വന്നിനവിടെ? അല്ല, എന്റെ മോൻ അൻവർ അവിടെ വന്നിക്കാ? വന്നില്ലേ? ഓല ഓൻ ഇതുവരെ ഇവിടെ എത്തിയില്ല, വീട്ടിലെത്തിയിട്ടില്ല ഓൻ. ഹലോ, അൻവർ അവിടെ വന്നിനാ? ശ്രീകുട്ട, പണി പാളിയല്ലോ. ഓനവിടെ പോനാ ചിലപ്പോ പഠിപ്പിക്കാൻ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. ശ്രീകുട്ട, ചോര. അതവിടെ ഇട്, വാ നമുക്ക് നോക്കാം. അതെ, നീ ഇവിടെ കിടന്ന് ഇങ്ങനെ മൂങ്ങിയിട്ട് എന്താ കാര്യം? എന്നാലും 4-5 ദിവസമായി. പഞ്ചപാവമായിരുന്നു അയാള്. ചിലരൊക്കെ അയാളെ വെച്ച് നല്ലവണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ മോന, നീ വെറുതെ കൊത്താൻ നിൽക്കല്ലേ. അയാൾക്ക് ഇത് ഇടക്കിടക്ക് പതിവുള്ളതാ ഈ സഞ്ചാരം. എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ മനസ്സ് അങ്ങനെ പറയും. കേസ് കോടതി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനി അതിന്റെ കാര്യത്തിൽ വല്ലതും പോയായിരിക്കും. ഇയാളെ കേസൊക്കെ ആരെടുക്കാനാ? തലക്ക് വെളിവില്ലാത്തത്. അങ്ങനെ ആക്കിയതല്ലേ. കണക്ക് പറയേണ്ടി വരും എല്ലാത്തിനും. എന്താണ് എനിക്ക് പറ്റിയത്? എന്താ പറ്റിയത്? ആരെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ഡോക്ടറെ വിളിക്ക്. അൻവറേടാ, ഉമ്മയാടാ വിളിക്കുന്നത്. ഇനീക്കടാ, ഇനീക്ക്. എടാ അൻവറേ, വണ്ടി വന്നല്ലോ. അല്ലോ, ദാ വണ്ടി വന്നിക്ക്. ബാങ്ക് കൊണ്ടുപോയി ഓനെ. സീക്കുട്ട, ഈ ഒന്ന് നോക്കണേ, അവന്റെ കൂടെ തന്നെ ഉണ്ടാവനെ. എന്റെ മോനെ നല്ല പോലെ ചാമ്പി എന്നാ കേട്ടെ. അടിച്ചവനെ സ്പോഞ്ച് പോലെ. അല്ലെങ്കിൽ ഇവന്മാർ എപ്പ കണ്ടാലും ഉടക്കാന്നേ. ഇത് അതൊന്നല്ല പ്രശ്നം, വേറെന്തോ സീരിയസ് ഇഷ്യൂ ആണ്. ഐസിയുല ബോധം പോലും വീണിട്ടില്ല. ആണോ? ആ ശ്രീകുട്ടനും ടീമും ഹോസ്പിറ്റലിലുണ്ട്. ഓ, ഏതായാലും ഒന്ന് അവിടം വരെ ചെല്ലണം. ചവിട്ടി കൂട്ടിയതേ ആ ചെക്കൻ തന്നെ ആയിരിക്കുമോ? അവനെ ആടിച്ചിരി പെശക. അവൻ അങ്ങനെ മനുഷ്യപ്പെട്ടില്ല പെരുമാറും. പിന്നെ ആരായിരിക്കും? അടി ആകാശത്തൊന്നും വരത്തില്ലല്ലോ. എനിക്ക് കേട്ടിട്ടും കൊതിയാവുക. ഇയാളെന്ത് അല്ല, ഒരു ഹർത്താലിന് വല്ല സ്കോപ്പും ഉണ്ടാവോ? മെമ്പർ ചില സമയത്തുണ്ട് എനിക്കങ്ങ് സ്നേഹിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ. ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ അങ്ങ് ഉദ്ദേശിക്കല്ലേ. വെളുത്ത കുപ്പായം മാത്രമേ ഉള്ളൂ. അതെ, പ്രസിഡന്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചു.
ശ്രീകുട്ടാ എങ്ങനെയുണ്ടോ ഓന്? പേടിക്കാനൊന്നുമില്ല. എന്താടാ ഓന് പറ്റിയത്? ഒന്നുമില്ലുമ്മ. ഡോക്ടർ എന്താ പറഞ്ഞടാ? ഒന്നുമില്ലെന്നേ, ഒരു കുഴപ്പമില്ല. അയ്യോ നീന്റെ ഉള്ളിലാണോ? ആ, ഒരു കുഴപ്പമില്ല. ആ, കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ തരും. എത്ര കുപ്പിയാണെങ്കിൽ അറേഞ്ച് സാർ? എന്റെ മോൻ എന്താണ് പറ്റിയത് സാറേ? ഇപ്പോഴും ഒബ്സർവേഷനില്ല, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ട്. വരും. അതെന്തോ ഒരു പറഞ്ഞു എന്റെ പഠിച്ചോനെ. പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനം. കാണുന്നില്ല. എന്താ പ്രോബ്ലം? അറിയില്ല സാർ. ബോധം വന്നിട്ടില്ല. അയ്യോ എന്റെ റബ്ബേ. നമുക്കൊന്ന് ശരിക്കൊന്ന് ആഘോഷിക്കണം. ജീവിതം തന്നെ ആഘോഷല്ലേ? അത് കറക്റ്റ്. അപ്പോ ഫ്യൂച്ചർ പ്ലാൻ? ആ, നമ്മൾ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇടിക്കുള്ള മഹാസംഭവം തന്നെയാണ്. ഒരൊറ്റ പടി, പക്ഷികൾ പലതാണ്. പിന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതാരാ സ്പെഷ്യൽ? അതെ, നമ്മൾ ഇന്ന് ആടും പാടും. ദേ അങ്ങോട്ട് നോക്കിയേ. ഇടിക്കുള്ള മലയാളം മാസാണ് കേട്ടോ. ടൂറിസം വളരണമെങ്കിൽ ഇങ്ങനെ പല ഇടപാടുകളും വേണം. സൂസന്നയുടെ വാറ്റും പിന്നെ ഇതും കൂടി ആവുമ്പോ സംഗതി അങ്ങ് പൊളിക്കും. Let us enjoy, man. ഇടിക്കുളയുടെ സെലക്ഷൻ കലക്കി. തോമാച്ചാ, ഇത് നീ കുടിക്കും. അയ്യോ വേണ്ട സാർ. ഒന്നും പറയണ്ട, പിടിക്കേ. ഒരൊറ്റ വലി. Come on. Hi. ഡയാന, ഇവളൊരു മുത്ത. Come on, enjoy. എന്നാലും വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഒറ്റ സ്ഥലം പോലും ബാക്കി വെക്കാതെയല്ലേ പെരുമാറിയത്. ഇതിന്റെ പിന്നിലാരോ കളിച്ചു. നിന്നെ തന്നെ എല്ലാവർക്കും സംശയം. ഞാൻ അങ്ങനെ ചെയ്യോടാ. പിന്നെ ആരായിരിക്കും? എടാ ഹാരിസ് വല്ലതും ആയിരിക്കോ? ഓനൊരു പേടിത്തൂറിയാ. അല്ലെങ്കിൽ ഹാരിസും അവനും തമ്മിൽ എന്താ പ്രശ്നം? അതും ശരിയാ. പാകിസ്ഥാനിൽ നിന്നുള്ള വല്ല നുഴഞ്ഞുകയറ്റക്കാരാവോ? ആടി ഒഴിക്കടാ. സംശയം പറഞ്ഞ എനിക്ക് സംശയം ആ ശ്രീവല്ലഭനെ. അതേടാ അന്നത്തെ വേസ്റ്റിന്റെ പ്രശ്നം. എനിക്ക് തോന്നില്ല അവന്മാര് ഇരിട്ടത്തടിക്കുന്നു. അവൻ തന്നെ പറയായിരിക്കും. പറഞ്ഞാ നിനക്ക് കൊള്ളാം. മോനെ ശ്രീകുട്ട ആടുന്ന് ഇടുന്നു, വിളിയോട് വിളിയാ. നാളത്തെ കാര്യം നിങ്ങൾ തന്നെ ഡീൽ ചെയ്തോണം. നാളെ ഞാൻ ചിലപ്പോ ലീവായിരിക്കും. അതെന്തിനാ? അത് മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് അവളോട് ഞാൻ എന്റെ പ്രണയം തുറന്നു പറയും. അതിന് ഇവിടെ എവിടെയാടാ മുന്തിരിത്തോട്ടം? വെറുതെ അങ്ങനെ സങ്കല്പിക്കാലോ. സങ്കല്പം മാത്രമേ കാണൂ. നിന്റെ ചങ്കവിടെ കാണട്ടെ. കരളും കാണൂല, തേങ്ങയും കാണൂല. ഓനിങ്ങോട്ട് വരട്ടെ. ഒരു പാവം ചെക്കനെ തല്ലിക്കൊല്ലാൻ പരുവാക്കിയിട്ട്. എന്റെ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നാട്ടുകാരെ വാ പഞ്ഞു വെച്ച് മൂടാൻ പറ്റുമോ? ഇല്ലല്ലോ. നാട്ടുകാരങ്ങനെ പലതും പറയും. ഓ പിന്നെ, ഓ വലിയ പുണ്യാളനല്ലേ. വെറും തല്ലിപ്പൊളി, കൊസ്ര കൊള്ളി. ദേ അമ്മ കാര്യം അറിയാതെ വെറുതെ വിളിച്ചു ആ, പോവല്ലേ. ഇന്നീ ദേവേനയുടെ തനിക്കൊണ അവനറിയ. നീ നോക്കിക്കോ. നമുക്ക് കാണാം. എന്താടി ഇന്ന് വോളിയത്തിൽ കൂടുതലാണല്ലോ. വന്നല്ലോ കീരിക്കാടൻ. കൂട്ടത്തിൽ ഒരുത്തനെ പഞ്ഞ് പരുവാക്കിയിട്ട് കേറി വന്നിരിക്കുന്നു. തള്ളേ, ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ആ, ഞാൻ പറഞ്ഞപ്പോ അത് അനാവശ്യം. എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട. ദേ, ഈ വീട്ടിന്റെ അകത്ത് പോലീസുകാര് കയറി നിരങ്ങിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ? വയറ് നടച്ചത് അന്നല്ലോ, മതി. കാലത്തോട്ട് മോന്തി വരെ ഇവിടെ കിടന്ന് മടമടാന്ന് പെടക്കിയ, എന്നിട്ട് പാതിരാത്ത് കയറി വന്നിരിക്കുന്നു. അസുര വിത്ത്. ദേ തള്ള മിണ്ടാതിരുന്നു. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കാം. എടാ, എനിക്കും എന്റെ സ്വഭാവം പിടിക്കുന്നില്ലടാ. ഒന്ന് നിന്നേ. വേണ്ട, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ എങ്കിലും ഒന്ന് വിശ്വസിക്കേ. എന്തിന്? ഞാനല്ല. നീ വെറുതെ കള്ളം പറയണ്ട ശ്രീകുട്ട. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. രണ്ടാളും ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയല്ലോ. എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ബുദ്ധിമുട്ടണ്ട, എനക്കെല്ലാം മനസ്സിലാവും. നിന്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, എന്നിട്ട് എങ്ങനെ മനസ്സൊന്നും ഇങ്ങനെ ചെയ്യാൻ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിന്റെ തലയിലോട്ട് കേറൂല. ഓന് ബോധം പറയട്ടെ, ഓൻ പറയട്ടെ എന്താ ഏതാന്നൊക്കെ. ആ, ഓൻ പറയട്ടെ. ആ മതി. അപ്പൊ ഞാൻ വിശ്വസിക്കാം. മതി. സാറേ, എങ്ങനെയുണ്ട് ഇപ്പോ?
പഠിച്ചോൻ കാത്തു സാറേ. എന്നാലും ശ്രീകുട്ടൻ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. എന്നിട്ടും ഒന്നും അറിയാതെ ഭാവം. അൻവർ പറയട്ടെ എന്താ സംഭവിച്ചെന്ന്. സാറേ എനിക്ക് അത് പിന്നെ നല്ലതുപോലെ ഓർത്തു പറഞ്ഞാ മതി. അത് പിന്നെ ഞാനും ശ്രീകുട്ടനും ഒന്ന് കോർത്തതാ. എന്തിന്? അത് ഇവര് തമ്മിൽ ഇടക്കിടക്ക് ഉണ്ടാവുന്ന സാറേ. പക്ഷേ പറ. അത് മൈമുനയോ? അതാരാ? അത് നമ്മളെ ബന്ധത്തിലൊരു കുട്ടിയാ സാറേ. ഇവനെ ഓളെ പെരുത്ത് ഇഷ്ടം. അൻവർ പറയട്ടെ. പറയ്. അവർ രണ്ടുപേരും കൂടി എന്നെ ചതിച്ചതാ സാറേ. അത് ഞാൻ ചോദ്യം ചെയ്തു. ഓൻ എന്നെ പൊതിരെ തല്ലി. വേറൊന്നും ഓർമ്മയില്ല സാറേ. ശ്രീകുട്ടൻ സാർ, കേസൊന്നും വേണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ദാ ശ്രീകുട്ടൻ വന്നു. ഓ ശ്രീകുട്ടൻ. ആ ശ്രീകുട്ട വരൂ, നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. സാർ എനിക്കൊന്നും അറിയില്ല. ഇത് അതിനൊന്നും അല്ലടോ, ഇവന്റെ ഒരു കാര്യം. നമുക്ക് രണ്ടാൾക്കും കോട്ടയം കുഞ്ഞച്ച സിനിമയ്ക്ക് പോയാലോ? എന്തോ ചതിയുണ്ട്. സത്യം എന്താന്ന് അൻവറിന് അറിയാം. അൻവറിനോട് ചോദിക്കണം സാർ. മര്യാദക്ക് പറഞ്ഞ കേക്കടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കയ്യൂർ സത്യനെ അടി പണ്ടേ നിർത്തിയതാ. ഇങ്ങോട്ട് പാടാ.